ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മോബി സ്ട്രിപ്പാണ്. ഒരുപക്ഷെ നിങ്ങൾ പലരും തന്നെ ഈ ഒരു മോബി സ്ട്രിപ്പ് കണ്ടായിരിക്കും, പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളപ്പോൾ ആദ്യം ഈ ഒരു മോബി സ്ട്രിപ്പ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുശേഷം അതിൻ്റെ പ്രത്യേകതകൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഇപ്പോൾ ഉള്ളത് ഒരു സാധാ പേപ്പർ സ്ട്രിപ്പാണ്. ഇനിയിപ്പോൾ ഈ ഒരു പേപ്പർ സ്ട്രിപ്പ് ഇതുപോലെ ഒന്ന് വളച്ചൊട്ടിക്കുകയാണെങ്കിൽ നമുക്കൊരു സാധാ റൗണ്ട് സ്ട്രിപ്പ് കിട്ടും. ഇനിയിപ്പോൾ ഇതൊരു മോബി സ്ട്രിപ്പ് ആക്കാൻ വേണ്ടി നിങ്ങളപ്പോൾ ഇതിൻ്റെ ഈ ഒരു അറ്റം എടുത്തിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം തിരിച്ച ശേഷം മറ്റേ അറ്റത്തോട് ജോയിൻ ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലെ വെച്ച ശേഷം ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കഴിഞ്ഞാൽ മോബി സ്ട്രിപ്പ് റെഡിയായി. അപ്പോൾ നമ്മുടെ മോബി സ്ട്രിപ്പ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മോബി സ്ട്രിപ്പ്. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു ആംഗിൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഇൻഫിനിറ്റി ഷേപ്പ് കാണാൻ കഴിയും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു മോബി സ്ട്രിപ്പ് കണ്ടുപിടിച്ചത് 1858 ആഗസ്റ്റ് ഫെർഡിനാൻഡ് മോബീസ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ മാത്തമാറ്റീഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് ഈ ഒരു സ്ട്രിപ്പിന് മോബി സ്ട്രിപ്പ് എന്ന് പേര് വരാൻ കാരണം. അപ്പോൾ ഈ ഒരു സ്ട്രിപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ട്രിപ്പിന് ആകെ ഒരൊറ്റ സൈഡേ ഉള്ളൂ. സാധാരണ മറ്റു വസ്തുക്കൾക്കെല്ലാം രണ്ട് സൈഡ്സ് ഉണ്ടാവും, അകം പുറമെന്നും പറഞ്ഞ്. പക്ഷേ മോബി സ്ട്രിപ്പിൻ്റെ കാര്യത്തിൽ മാത്രം അങ്ങനെ അകം പുറമെന്നൊന്നുമില്ല, ആകെ ഒരൊറ്റ സൈഡേ ഉള്ളൂ, ഒരൊറ്റ ബൗണ്ടറി. അതാണ് ഈ ഒരു മോബി സ്ട്രിപ്പിൻ്റെ പ്രത്യേകത. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇല്ലസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഗായ്സ്, ഞാനപ്പോൾ മോബി സ്ട്രിപ്പിൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് പെൻസിൽ കൊണ്ട് ഒരു ലൈൻ വരച്ച് തുടങ്ങാണ്. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഞാനപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ തന്നെ തിരിച്ചെത്തുന്നവരെ കണ്ടിന്യൂസ് ആയിട്ട് ലൈൻ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ തുടങ്ങിയോടെ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു കാര്യം കാണാൻ കഴിയും. നമ്മൾ വരച്ചത് മോബി സ്ട്രിപ്പിൻ്റെ ഈ ഒരു സൈഡിൽ നിന്നുകൊണ്ട് മാത്രമാണ്. പക്ഷേ മോബി സ്ട്രിപ്പിൻ്റെ എല്ലാ ഭാഗത്തും തന്നെ വര എത്തിയിട്ടുണ്ട്. സാധാരണ മറ്റു വസ്തുക്കളുടെ ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പുറമേ മാത്രമായിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ അതേസമയം തന്നെ അതിൻ്റെ മറ്റ് സൈഡുകളിലോ അല്ലെങ്കിൽ അകത്തോ നമുക്ക് ഒരിക്കലും വരയ്ക്കാൻ കഴിയില്ല, അവിടെയൊന്നും വര എത്തില്ല. പക്ഷേ മോബി സ്ട്രിപ്പിൻ്റെ കാര്യത്തിൽ മാത്രം അങ്ങനെയല്ല. മോബി സ്ട്രിപ്പിൻ്റെ ഈ ഒരു സൈഡിൽ മാത്രമാണ് നമ്മൾ വരച്ചെങ്കിലും അതിൻ്റെ എല്ലാ ഭാഗത്തും തന്നെ നമുക്ക് വരച്ചെത്തിക്കാൻ കഴിയും. അതിനർത്ഥം മോബി സ്ട്രിപ്പിന് ഈ ഒരു സൈഡ് മാത്രമാണ് ഉള്ളൂ എന്നാണ്. അപ്പോൾ നമുക്കിനി മോബി സ്ട്രിപ്പിൻ്റെ മറ്റൊരു പ്രത്യേകതയിലേക്ക് പോകാം. ഈ പ്രാവശ്യം നമ്മൾ നേരത്തെ വരച്ച ഈ ഒരു ലൈനിലൂടെ ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് തുടങ്ങുകയാണ്. ഞാനപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ച് ഇത് ഞാൻ കട്ട് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് സെപ്പറേറ്റ് സ്ട്രിപ്പായിട്ട് കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെയല്ല കിട്ടിയത്. പകരം വീണ്ടും നമുക്കൊരു മറ്റൊരു സിംഗിൾ മോബി സ്ട്രിപ്പായിട്ട് തന്നെ കിട്ടുകയാണ് ചെയ്തത്. അപ്പോൾ അതാണ് ഈ ഒരു മോബി സ്ട്രിപ്പിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു മോബി സ്ട്രിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ഐഡിയാസ് ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.